In this video, we will be looking at different phases of EDLC, that is Embedded Product Development Life Cycle. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഉള്ള ഫേസസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലൈഫ് സൈക്കിൾ ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇസ് കോമൺലി റെഫർ ടു ആസ് മോഡൽ. ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ലൈഫ് സൈക്കിളിനെ നമ്മൾ കോമൺലി പറയുന്നതാണ് മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മോഡലിനകത്ത് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ടാവും, മീൻസ് നമ്പർ ഓഫ് ഫേസസ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് എത്ര ഫേസസ് വേണം, അതിന് ഡെവലപ്പ് ആവാൻ എത്ര ഫേസസ് വേണം എന്നുള്ളത് ആ പ്രോഡക്റ്റിൻ്റെ കോംപ്ലക്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ഫേസസ് ഇൻവോൾവ് ഇൻ എ മോഡൽ മേ വേരി അക്കോർഡിംഗ് ടു ദി കോംപ്ലക്സിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലക്സിറ്റീനനുസരിച്ചിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൽ എത്ര ഫേസസ് ഉണ്ടാവും എന്ന് പറയുക. പൊതുവേ ഒരു ക്ലാസിക് എംബഡഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, അത് ക്ലാസിക് EDLC മോഡൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 8 ഫേസസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് നീഡ്, കോൺസെപ്ച്വലൈസേഷൻ, അനാലിസിസ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെൻറ്റ്, സപ്പോർട്ട്, അപ്ഗ്രേഡ് ആൻഡ് റിട്ടയർമെൻറ്റ്. ഈ 8 ഫേസസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നീഡാണ്. എനി എംബഡഡ് പ്രൊഡക്റ്റ് ഇവോൾവ്സ് ആസ് ആൻ ഔട്ട്പുട്ട് ഓഫ് നീഡ്. നമുക്ക് ഒരു സാധനം വേണ്ടത് കൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വേണം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണ്ടത് കൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് വേണം എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രൊഡക്റ്റ് ഇവോൾവ് ചെയ്യുന്നത് ആസ് ആൻ ഔട്ട്പുട്ട് ഓഫ് എ നീഡ്. ഒരു നീഡ് ഉള്ളത് കാരണം, ആവശ്യമുള്ളത് കാരണമാണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഒരു ഔട്ട്പുട്ടായി വരുന്നത്. ഈ നീഡ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് വരാം? 3 ഭാഗത്തു നിന്ന് വരാം. ഒന്ന് ഒരു ഇൻഡിവിജ്വലിൻ്റെ നീഡ് ആയിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് വേണം എന്നുള്ളതായിരിക്കും നീഡായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ നീഡായിരിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി റിക്വയർസ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു നീഡാണ്. ഇനി പബ്ലിക്കിൻ്റെ മൊത്തത്തിലൊരു നീഡാവാം. അങ്ങനെ ഈ 3 കാറ്റഗറീസിൽ നിന്നും നമുക്ക് നീഡ് കിട്ടാം. ലൈക്ക് അവർക്ക് നീഡ് ഉണ്ടാവും, ആ നീഡ് നമ്മളടുത്ത് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. സോ നീഡ് ഷുഡ് ബി ആർട്ടിക്കുലേറ്റഡ്. ദാറ്റ് ഇസ്, നീഡ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് ശരിക്കും ആവശ്യമുള്ളതെന്ന് നമ്മൾ അവരെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വി ഷുഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ ഡോക്യുമെൻറ്റ് ആക്ച്വലി. ഓക്കെ, ഡൺ ബൈ ദിസ് ആർട്ടിക്കുലേഷൻ ഇസ് ഡൺ ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ് ഓർ കോൺസെപ്റ്റ് പ്രപ്പോസൽ. ഈ ആർട്ടിക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കോൺസെപ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. ഈ കോൺസെപ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അത് കംപ്ലീറ്റ് എന്താണ് നമുക്ക് ആക്ച്വലി പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട്, വാട്ട് ദാറ്റ് പ്രൊഡക്റ്റ്, യൂസർ എന്താണ് ആ പ്രൊഡക്റ്റിൽ നിന്ന് ഔട്ട്പുട്ടായി ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് മൊത്തത്തിൽ ഈ കോൺസെപ്റ്റ് പ്രപ്പോസലിൽ ഉണ്ടാവും. ആ കോൺസെപ്റ്റ് പ്രപ്പോസൽ റെഡിയാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ സീനിയർ മാനേജ്മെൻറ്റിന് പാസ് ചെയ്യും. സീനിയർ മാനേജ്മെൻറ്റ് അത് അപ്രൂവ് ആക്കുകയാണെങ്കിൽ, ലൈക്ക് ഓക്കെ ദിസ് കൈൻഡ് ഓഫ് നീഡ് ഇസ് നെസസറി എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമിലേക്ക് പാസ് ചെയ്യും. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നീഡ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഇൻ എനി ഓഫ് ദി അങ്ങനെ നമ്മളിപ്പം ഒരു കോൺസെപ്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കി, എൻഡ് യൂസർ ഉണ്ട്, എൻഡ് യൂസർ ഹാസ് എ നീഡിൽ നിന്ന് നമ്മൾ എൻഡ് യൂസറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു കോൺസെപ്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കി. ഈ കോൺസെപ്റ്റ് പ്രപ്പോസൽ ഒരു സീനിയർ മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ അടുത്തേക്കാണ്. ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീം ഒരു നീഡിനെ 3 കാറ്റഗറി ആയിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് ന്യൂ ഓർ കസ്റ്റം പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റേ ഉണ്ടായിട്ടില്ല, അപ്പം ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. നീഡ് ഫോർ എ പ്രൊഡക്റ്റ് വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർ കോമ്പറ്റീറ്റർ ടു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. അതായത് ന്യൂ ഓർ കസ്റ്റം പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഗുഡ്, സോ ദേ നീഡ് എ കോമ്പറ്റീറ്റർ ഫോർ ദി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഒന്നെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ആവാം, ഇല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ടു ദി ന്യൂ പ്രൊഡക്റ്റ്. അതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റീ എഞ്ചിനീയറിംഗ്, പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ലോഞ്ചിങ് ഇറ്റ് ആസ് എ ന്യൂ വേർഷൻ. പ്രൊഡക്റ്റ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വി ഓൾറെഡി ഹാവ് എ പ്രൊഡക്റ്റ്, സോ വി മേക്ക് സം ചേഞ്ചസ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിലേക്ക് കുറച്ച് ചേഞ്ചസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് കുറച്ചും കൂടി ഒരു ബെറ്റർ വേർഷനായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുക. അടുത്തതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മെയിൻ്റനൻസ്.
പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട് ടു ദി എൻഡ് യൂസർ. എൻഡ് യൂസറിന് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് റിക്വസ്റ്റ് കംസ് എസ് എ റിസൾട്ട് ഓഫ് പ്രൊഡക്റ്റ് നോൺ ഫങ്ഷനിങ് ഓർ ഫെയിലിയർ. ഓക്കെ, പ്രൊഡക്റ്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്താ, എൻഡ് യൂസറിന് എന്തെങ്കിലും സപ്പോർട്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക പൊതുവേ. അപ്പം അങ്ങനെ ഒരു എൻഡ് യൂസറിന് അങ്ങനെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് മെയിൻ്റനൻസ് എന്ന് പറയുക. ഈ മെയിൻ്റനൻസ് റിക്വസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് യൂസർ നമുക്ക് എപ്പോഴാണ് തരാം? ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യാണ്ടാവുമ്പം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫെയിൽ ആവുന്ന സമയത്ത്. Product maintenance is generally classified into two categories, that is corrective maintenance and preventive maintenance. അപ്പം പ്രൊഡക്റ്റ് മെയിൻ്റനൻസിന് രണ്ട് തരത്തിലുണ്ട്, ഒന്ന് കറക്റ്റീവ് മെയിൻ്റനൻസും ഒന്ന് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും. കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഓൾറെഡി പ്രശ്നം ദർ ഇസ് സം ഫങ്ഷൻ ചെയ്യാണ്ട് ആയിട്ടുണ്ടാവും, ഓൾറെഡി ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്, എന്നിട്ട് നമ്മളത് ശരിയാക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ് കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദർ ഇസ് ഓൾറെഡി സം പ്രോബ്ലം ആൻഡ് വി ആർ കറക്റ്റിംഗ് ദാറ്റ് പ്രോബ്ലം, അതാണ് കറക്റ്റീവ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഇസ് ലൈക്ക് ഒരു 6 months കൂടുമ്പോൾ നമ്മളെപ്പോഴും ഇതിനകത്ത് വല്ല ബഗ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ലൈക്ക് നോൺ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഫെയിലിയർ വരാണ്ട് നോക്കുന്നതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റീവ് മെയിൻ്റനൻസും ഉണ്ട്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും ഉണ്ട്. കറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പ്രോബ്ലം വന്നിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യുക. പ്രിവെൻറ്റീവ് എന്ന് പറയുന്നത് പ്രോബ്ലം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഫേസ് കഴിഞ്ഞു, നീഡ് എന്ന് പറയുന്ന ഫേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് കോൺസെപ്ച്വലൈസേഷൻ. ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആണ് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ബിഗിൻസ് ആഫ്റ്റർ കോൺസെപ്റ്റ് പ്രപ്പോസൽ ഇസ് ഫോർമലി അപ്രൂവ്ഡ്. നമ്മൾ നീഡിൽ പറഞ്ഞിട്ടുണ്ടായി, നീഡ് എന്ന് പറയുന്നത് ഒരു എൻഡ് യൂസറിന് എന്തെങ്കിലും ഔട്ട്പുട്ടായിട്ട് വേണം, അതാണ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നീഡിനെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ടായി, കോൺസെപ്റ്റ് പ്രപ്പോസൽ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ കോൺസെപ്റ്റ് പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത പാടാണ് ഈ കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൺസെപ്റ്റ് പ്രപ്പോസൽ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസ് ദി പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസ് ആണിത്. Conceptualization phase defines the scope of the concept, performs cost benefit analysis and feasibility studies, and prepares project management and risk management plans. നമുക്ക് യൂസർ കുറേ നീഡ്സ് പറഞ്ഞിട്ടുണ്ടാവും, ആ നീഡ്സിനൊക്കെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഫേസാണ് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇറ്റ് ഈസ് ദി ഫേസ് ദാറ്റ് ഷേപ്സ് ദി നീഡ് ഓഫ് എൻഡ് യൂസർ. എൻഡ് യൂസറിൻ്റെ നീഡുകളെയൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നൊരു ഫേസാണ് കോൺസെപ്ച്വലൈസേഷൻ. അപ്പോൾ കോൺസെപ്ച്വലൈസേഷൻ ഫേസിൻ്റെ അകത്ത് സ്കോപ്പ് ഓഫ് ദി കോൺസെപ്റ്റിനെ കുറിച്ച് നോക്കും, ഡിഫൈൻ ചെയ്യും. ആ കോൺസെപ്റ്റ് മീൻസ് ആ നീഡിൻ്റെ സ്കോപ്പിനെ കുറിച്ച് സ്കോപ്പ് ഡിഫൈൻ ചെയ്യും. പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അതായത് ഇത് ഉണ്ടാക്കുന്ന നേരത്ത് നമുക്ക് എങ്ങനെയൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അങ്ങനെ. ഫീസിബിലിറ്റി സ്റ്റഡി, അതായത് നമുക്കിപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫീസിബിൾ ആവുമോ, അതായത് ഒന്നെങ്കിൽ ഇത് വിറ്റ് പോവുമോ, അങ്ങനെയൊക്കെ ഫീസിബിൾ സ്റ്റഡി നോക്കും. പിന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കും. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക്കുകളെ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പം റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനും ഉണ്ടാക്കി വെക്കണം. ഇതൊക്കെയാണ് കോൺസെപ്ച്വലൈസേഷനിൽ മെയിനായിട്ട് നടക്കുന്നത്. കോൺസെപ്ച്വലൈസേഷൻ ഫേസ് ഇൻവോൾവ്സ് 2 types of activities. 2 kind of activities ഉണ്ട് ഇവിടെ. ഒന്ന് പ്ലാനിങ് ആക്ടിവിറ്റി, പിന്നൊന്ന് അനാലിസിസ് ഓർ സ്റ്റഡി ആക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ കോൺസെപ്ച്വലൈസേഷൻ ഫേസിനകത്ത് 2 kind of ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്ലാനിങ് ആക്ടിവിറ്റിയും അടുത്തത് അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റഡി ആക്ടിവിറ്റി. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം പോകുന്നത് അനാലിസിസ് ആൻഡ് സ്റ്റഡി ആക്ടിവിറ്റീൻ്റെ അകത്തേക്കാണ്. അതിൻ്റെ അകത്ത് ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്, പ്രൊഡക്റ്റ് സ്കോപ്പ് ഉണ്ട്. ഈ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡി എക്സാമിൻസ് ദി നീഡ് ഫോർ എ പ്രൊഡക്റ്റ് കെയർഫുള്ളി ആൻഡ് സജസ്റ്റ് 1 or more possible solutions to build the need. ഫീസിബിലിറ്റി സ്റ്റഡി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ നീഡിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് അതിന് പോസിബിൾ, ആ പറയുന്ന നീഡിന് പോസിബിൾ ആയിട്ടുള്ള ഒരു നല്ല സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യും.
അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ നീഡ് പറഞ്ഞിട്ടുണ്ട്. ആ നീഡ് വെച്ചിട്ട് ഒരു നല്ല പ്രൊഡക്റ്റ്, ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷനാണ് ഫീസിബിലിറ്റി സ്റ്റഡി മനസ്സിലാക്കിയിട്ട് നമുക്ക് തരുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി അനാലിസിസ് ദി ടെക്നിക്കൽ ആസ് വെൽ എസ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് അണ്ടർ കൺസിഡറേഷൻ. ഫീസിബിലിറ്റി സ്റ്റഡി അനാലിസിസിൻ്റെ അത് ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കുന്നുണ്ട്. ടെക്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാം. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ്, അത് ഉണ്ടാക്കാൻ എടുക്കുന്ന കോസ്റ്റും അതുപോലെ തന്നെ ഒപ്റ്റിമൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. സെക്കൻഡ് വൺ ഇസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, CBA. Cost benefit analysis is a means of identifying, revealing, assessing total development cost and profit expected from the product. Is a means of identifying, revealing and assessing the total benefit development cost and profit expected from the product. അതായത് അത് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ്, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിനെ കുറിച്ചാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഐഡൻറ്റിഫൈയും റിവീലും അസസ്സും ഒക്കെ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സ്കോപ്പ്. പ്രൊഡക്റ്റ് സ്കോപ്പ് ഡീൽസ് വിത്ത് ദാറ്റ് what is in scope for the product and what is not in scope for the product. പ്രൊഡക്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് അത് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ സ്കോപ്പ് എന്താണ് ആൻഡ് വാട്ട് ഇസ് നോട്ട് ഇൻ ദി സ്കോപ്പ്. ഏതൊക്കെ ഫങ്ഷണാലിറ്റീസും ടാസ്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതാണ് വാട്ട് ഇസ് ഇൻ ദി സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഇസ് നോട്ട് ഇൻ ദി സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ട് ഓൾ ഫങ്ഷണാലിറ്റീസ് ഓർ ടാസ്ക് ആർ നോട്ട് കൺസിഡേർഡ് ഫോർ ദി പ്രൊഡക്റ്റ്. അപ്പം പ്രൊഡക്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് അത് എന്തിനെ ഡീൽ ചെയ്യുന്നത്, സ്കോപ്പ്, വാട്ട് ഇസ് ഇൻ ദി സ്കോപ്പ് ആൻഡ് വാട്ട് ഇസ് നോട്ട് ഇൻ ദി സ്കോപ്പ്. അതായത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷണാലിറ്റീസും ടാസ്കും എന്തൊക്കെയാണ്, എന്തൊക്കെ എല്ലാന്നും. ഓക്കെ, ദി പ്രൊഡക്റ്റ് സ്കോപ്പ് ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് പ്രോപ്പർലി ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സ്കോപ്പ് മര്യാദയ്ക്ക് ഡോക്യുമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ കോൺസെപ്ച്വലൈസേഷനിൽ 2 ഫേസ് ഉണ്ടായി, പ്ലാനിങ് ആക്ടിവിറ്റിയും കോൺസെപ്ച്വലൈസേഷൻ ഫേസിൽ 2 ആക്ടിവിറ്റീസ് വരുന്നത്, ദാറ്റ് ഇസ് പ്ലാനിങ് ആക്ടിവിറ്റി ആൻഡ് അനാലിസിസ് ഓഫ് സ്റ്റഡി ആക്ടിവിറ്റി. അതിനകത്ത് അനാലിസിസ് ആൻഡ് സ്റ്റഡി ആക്ടിവിറ്റി അതിൻ്റെ അകത്ത് 3 പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫീസിബിലിറ്റി സ്റ്റഡി, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റ് സ്കോപ്പ്. ഇനി അടുത്ത നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്ലാനിങ് ആക്ടിവിറ്റി. പ്ലാനിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആക്ടിവിറ്റി കവേഴ്സ് വേരിയസ് പ്ലാൻസ് റിക്വയർഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള വേരിയസ് പ്ലാൻസ് ആണ് ഈ പ്ലാനിങ് ആക്ടിവിറ്റി കവർ ചെയ്യുന്നത്. ലൈക്ക് ദി പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ഫോർ എക്സിക്യൂട്ടിങ് നെക്സ്റ്റ് ഫേസ്. നമ്മളൊരു സാധനം ചെയ്തതിന് മുന്നേ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പം അടുത്ത ഫേസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ ഈ പ്ലാനിങ് ആക്ടിവിറ്റിയിലാണ് നടക്കുന്നത്. റിസോഴ്സ് പ്ലാനിങ്ങും റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ്ങും ആണ് മെയിനായിട്ട് നടക്കുന്നത്. റിസോഴ്സ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി റിസോഴ്സസ് ഷുഡ് വർക്ക് ഓൺ ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്, നമുക്കിപ്പം ഒരു 10 പീപ്പിളിൻ്റെ റിസോഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണെങ്കിൽ ആ 10 പീപ്പിളിനെ ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ, ലൈക്ക് അത്രയും 10 ആൾക്കാർ ചെയ്യേണ്ട പ്രൊജക്റ്റാണോ അത് നോക്കണം. ലൈക്ക് ഇഫ് ഇറ്റ് കുഡ് ബി കംപ്ലീറ്റഡ് വിത്ത് ജസ്റ്റ് 2 പീപ്പിൾ, നമ്മൾ വെറുതെ നമ്മുടെ റിസോഴ്സസ് എല്ലാം കൂടി ആ ഒരു പ്രൊജക്റ്റിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. 2 ആൾക്കാരെ വെച്ച് പ്രൊജക്റ്റ് തീർക്കാമെങ്കിൽ അവിടെ 10 ആൾക്കാരെ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൗ മെനി റിസോഴ്സസ് ഷുഡ് വർക്ക് ഓൺ ദി പ്രൊജക്റ്റ്. ഓക്കെ, പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the technical and other kinds of risk involved in the work and what are mitigation plans. റിസ്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും റിസ്ക് ഉണ്ടാവും. അപ്പോൾ ആ റിസ്കുകളെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതാണ് റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ. At the end of conceptualization phase, the reports on analysis and study activities and planning activities are submitted to the client. ഓക്കെ, ഇതാണ് ഈ പ്ലാനിങ് ആക്ടിവിറ്റീനെ കുറിച്ചുള്ള റിസോഴ്സ് പ്ലാനിങ്ങും ഉണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനിങ്ങും ഉണ്ട്. ഇനി ഈ കോൺസെപ്ച്വലൈസേഷൻ ഫേസിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഈ 2 ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ട്സ് നമ്മൾ ക്ലയൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് നമുക്ക് ആരാണോ തന്നാൽ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവർക്ക് ഇതിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യാം. ലൈക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ലൈക്ക് ദി പ്രൊഡക്റ്റ് ഇസ് ഫീസിബിൾ, പ്രൊഡക്റ്റ് ഇസ് നോട്ട് ഫീസിബിൾ എന്നൊക്കെ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
ഇതൊക്കെയാണ് കോൺസെപ്ച്വലൈസേഷൻ ഫേസിൽ നടക്കുന്നത്. അടുത്ത ഫേസ് എന്ന് പറയുന്നത് തേർഡ് ഫേസ് ഇസ് അനാലിസിസ്. Analysis starts immediately after the document submitted during the conceptualization is approved. നമ്മൾ കോൺസെപ്ച്വലൈസേഷൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ആക്ടിവിറ്റി, രണ്ട് ആക്ടിവിറ്റീൻ്റെയും പ്ലാനിങ് ആക്ടിവിറ്റീൻ്റെയും അനാലിസിസ് ആൻഡ് സ്റ്റഡി ആക്ടിവിറ്റീൻ്റെയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കും നമ്മൾ. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ പാടാണ് ഈ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത EDLC ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ഡ്യൂറിങ് ദി കോൺസെപ്ച്വലൈസേഷൻ ഇസ് അപ്രൂവ്ഡ്. Documentation related to the user requirement is used as basis. ഇവിടെ ബേസിസ്, അതായത് നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിസ് ആയി എടുക്കുമല്ലോ. നമ്മുടെ ഒരു നമുക്ക് നോക്കാനുള്ളൊരു ഇതായിട്ട് എടുക്കുന്നത് നമ്മളിവിടെ ആ യൂസർ റിക്വയർമെൻ്റ് ആണ്, ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ടു യൂസർ റിക്വയർമെൻ്റ് ആണ് എടുക്കുന്നത്. ഇൻ ദിസ് ഫേസ് പ്രൊഡക്റ്റ് ഇസ് ഡിഫൈൻഡ് ഇൻ ഡീറ്റെയിൽ വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഇൻ്റർഫേസസ് അറ്റ് ഫങ്ഷണൽ ലെവൽസ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഇൻപുട്ടിനെ കുറിച്ചും ഔട്ട്പുട്ടിനെ കുറിച്ചും അതിൻ്റെ ഇൻ്റർഫേസസിനെ കുറിച്ചും ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. അനാലിസിസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോൺസെപ്ച്വലൈസേഷനിനകത്ത് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഈ ഫേസിൻ്റെ അകത്ത് നമ്മൾ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ട് ഇൻ്റർഫേസസിനെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയി നോക്കുന്നത്. വാട്ട് ഫങ്ഷൻസ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദി പ്രൊഡക്റ്റ്. ഇവിടെ എന്ത് ഫങ്ഷനാണ് വാട്ട് analysis phase gives emphasis on determining what functions to be performed by the product rather than how to perform those functions. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ആ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത് എന്നതാണ് അനാലിസിസിൽ. അല്ലാണ്ട് എങ്ങനെയാണ് ആ ഫങ്ഷൻ പെർഫോം ചെയ്യേണ്ടതെന്നല്ല. ലൈക്ക് എന്തൊക്കെ ഫങ്ഷൻസാണ് നമ്മൾ ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അനാലിസിസ് ഫേസിൽ ഡിഫൈൻ ചെയ്യില്ല. എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യണം എന്നുള്ളത് അനാലിസിസ് ഫേസ് ഡിഫൈൻ ചെയ്യും. വേരിയസ് ആക്ടിവിറ്റീസ് പെർഫോം ഡ്യൂറിങ് റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസ് ആർ അനാലിസിസ് ഫേസ് നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിയസ് ആക്ടിവിറ്റീസ് പെർഫോം ഡ്യൂറിങ് റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസ് ആർ അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഇതാണ് ഒരു ആക്ടിവിറ്റി, അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റിക്വയർമെൻറ്റ് അനാലിസിസ് ഫേസിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അപ്പം അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കൺസോളിഡേറ്റ്സ് ദി ബിസിനസ് നീഡ്സ് ഓഫ് പ്രോഡക്റ്റ്, അനലൈസസ് ദി പേർപ്പസ് ഓഫ് ദി പ്രോഡക്റ്റ്. ബിസിനസ് നീഡ്സ് ഓഫ് ദി പ്രോഡക്റ്റിനെയും പ്രോഡക്റ്റിൻ്റെ പേർപ്പസിനെയൊക്കെ അനലൈസ് ചെയ്യും. പിന്നെ അഡ്രസ്സസ് വേരിയസ് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ദി പ്രോഡക്റ്റ്. ഫങ്ഷണൽ ആസ്പെക്ട്സിനെയും നോൺ ഫങ്ഷണൽ ആസ്പെക്ട്സിനെയും അഡ്രസ്സ് ചെയ്യും. ലൈക്ക് പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അങ്ങനെയൊക്കെ. ഡിഫൈൻസ് ഫങ്ഷണൽ ആൻഡ് ഡേറ്റ റിക്വയർമെൻറ്റ്സ്. കണക്ട്സ് ദി ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വിത്ത് ഡേറ്റ റിക്വയർമെൻറ്റ്. അപ്പം ഫങ്ഷണൽ റിക്വയർമെൻറ്റും ഉണ്ടാവും, ഡേറ്റ റിക്വയർമെൻറ്റും ഉണ്ടാവും. അപ്പം ആ ഫങ്ഷണൽ റിക്വയർമെൻറ്റും ഡേറ്റ റിക്വയർമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യും. അതായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, എന്ത്? അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻ്റർഫേസ് ഡെഫിനിഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ആക്ടിവിറ്റി. ദി എംബഡഡ് പ്രൊഡക്റ്റ് ഇൻ കൺസിഡറേഷൻ മേ ബി സ്റ്റാൻഡ് അലോൺ പ്രൊഡക്റ്റ് ഓർ ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ലാർജ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം. നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പാർട്ടായിരിക്കാം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. അപ്പം ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ അത് ബാക്കി ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പാർട്ടാണുള്ളത്. അപ്പം ബാക്കിയുള്ള പ്രൊഡക്റ്റുമായിട്ട് ബാക്കി പാർട്ടുമായിട്ട് എന്താണോ കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഇൻ്റർഫേസ് വേണം. ഇഫ് ഇറ്റ് ഈസ് എ പാർട്ട് ദെൻ ദർ ഷുഡ് ബി ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി പ്രൊഡക്റ്റ് ആൻഡ് ദി അതർ പാർട്ട്. ബാക്കി പാർട്ടും ഈ പ്രൊഡക്റ്റും തമ്മിലൊരു ഇൻ്റർഫേസ് ഉണ്ടാവണം. ഷുഡ് ക്ലിയർലി അനലൈസ് ആൻഡ് on the physical interface as well as data exchange through these interfaces should document it. അതായത് നമ്മളിത് ക്ലിയറായി മനസ്സിലാക്കണം ഏതൊക്കെ ഇൻ്റർഫേസസ് ഉണ്ടാവും എന്നുള്ള. ഇപ്പോൾ പ്രൊഡക്റ്റ് ഒരു സ്റ്റാൻഡ് അലോൺ പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി അതിനും ഇൻ്റർഫേസസ് ഉണ്ടാവാം. ലൈക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയൽ അല്ലെങ്കിൽ പാരലൽ ഇൻ്റർഫേസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഇൻ്റർഫേസസ് എവിടേക്കാണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലുള്ള ഇൻ്റർഫേസസ് ആണെന്ന് എല്ലാം മനസ്സിലാക്കുന്നത്
ഈ ഒരു ആക്ടിവിറ്റിയിലാണ്. അപ്പം ഇൻ്റർഫേസ് ഡെഫിനേഷനൊക്കെ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ അത് ശരിക്കും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം, ഇൻ്റർഫേസിനെ കുറിച്ചുള്ള ഡെഫിനേഷൻസ് എല്ലാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിഫൈനിങ് ടെസ്റ്റ് പ്ലാൻ ആൻഡ് പ്രൊസീജിയർ. Identifies what kind of tests are to be performed and what all should be covered in testing product. ഈ ആക്ടിവിറ്റീൻ്റെ നമ്മൾ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെ തരം ടെസ്റ്റിംഗ് ആണ് എവിടേക്കാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത്, ഏതൊക്കെ പ്രൊഡക്റ്റിൻ്റെ ഏതൊക്കെ പാർട്ടിലാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഡിഫൈൻ ടെസ്റ്റ് പ്രൊസീജിയർ, ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് ഒരു ടെസ്റ്റ് പ്ലാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ്, അതായത് ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ടെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിയേറ്റ് മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ. എങ്ങനെയാണ് ടെസ്റ്റിംഗ് ചെയ്യാനുള്ളതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കണം. അതാണ് മാസ്റ്റർ ടെസ്റ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരം ടെസ്റ്റിംഗ് ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ 4 തരം ടെസ്റ്റിംഗ് ആണുള്ളത്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഈച്ച് യൂണിറ്റ് ഓർ മൊഡ്യൂൾ ഓഫ് എ പ്രൊഡക്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഫോർ റിക്വയർഡ് ഫങ്ഷനാലിറ്റി ആൻഡ് ക്വാളിറ്റി ആസ്പെക്ട്. ഓരോ മൊഡ്യൂൾ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് കുറേ യൂണിറ്റുകളും കുറേ മൊഡ്യൂളുകളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ മൊഡ്യൂളുകളെയും ടെസ്റ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ മൊഡ്യൂളുകളെല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി ഫങ്ഷണൽ ആസ്പെക്ട്സ് ആൻഡ് ദി പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫങ്ഷണൽ ആസ്പെക്റ്റും പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റും ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റം ടെസ്റ്റ് റെഫേഴ്സ് ടു സെറ്റ് ഡിഫറെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഫ്യൂ എമംഗ് ദം ആർ ലിസ്റ്റ്. ഓക്കെ, സിസ്റ്റം ടെസ്റ്റിൻ്റെ അകത്ത് തന്നെ പലതരം ടെസ്റ്റിംഗ് ഉണ്ട്. യൂസബിലിറ്റി ടെസ്റ്റിംഗ്, ടെസ്റ്റ് യൂസബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് യൂസബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. പിന്നെ ലോഡ് ടെസ്റ്റിംഗ് ഉണ്ട്, ടെസ്റ്റ് ദി ബിഹേവിയർ ഓഫ് ദി പ്രൊഡക്റ്റ് ഉണ്ട് ഡിഫറെൻറ്റ് ലോഡിംഗ് കണ്ടീഷൻ, പല ലോഡിംഗ് കണ്ടീഷനിൽ ഈ പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നോക്കും, സ്കേലബിലിറ്റി ടെസ്റ്റിംഗ് നോക്കും, സാനിറ്റി ടെസ്റ്റിംഗ് നോക്കും, സ്മോക്ക് ടെസ്റ്റ് നോക്കും, പെർഫോമൻസ് ടെസ്റ്റ് നോക്കും. അപ്പം സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ അടിയിലാണ് കുറേ ടെസ്റ്റിംഗ് വരുന്നുണ്ട്. കുറച്ചാണ് യൂസബിലിറ്റി, സ്മോക്ക്, സാനിറ്റി, സ്കേലബിലിറ്റി, സെക്യൂരിറ്റി, ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ. ഓക്കെ, അത്ര മതി. ഇനി യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി പ്രൊഡക്റ്റ് ടു എൻഷുർ ഇറ്റ് ഇസ് മീറ്റിംഗ് ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് എൻഡ് യൂസർ. യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് യൂസർ ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഈ പ്രോഡക്റ്റ് എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് നോക്കുന്നത്. എൻഡ് യൂസറിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അതാണ് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അപ്പം അനാലിസിസ് ഫേസിലെ 3 ആക്ടിവിറ്റീസും കഴിഞ്ഞു. ഇനി അടുത്ത ഫേസ് നോക്കാം. അടുത്ത ഫേസ് എന്ന് പറയുന്നതാണ് ഡിസൈൻ ഫേസ്. ഡിസൈൻ ഫേസ് ഡീൽസ് വിത്ത് ദി എൻറ്റയർ ഡിസൈൻ ഓഫ് പ്രോഡക്റ്റ് ടേക്കിംഗ് ദി റിക്വയർമെൻറ്റ്സ് ഇൻ ടു കൺസിഡറേഷൻ. ഈ റിക്വയർമെൻറ്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് എന്നിട്ട് റിക്വയർമെൻറ്റ്സ് കിട്ടി. ആ റിക്വയർമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യലാണ് ഡിസൈൻ ഫേസിൽ നടക്കുന്നത്. ഡീൽസ് വിത്ത് ദി എൻറ്റയർ ഡിസൈൻ ഓഫ് ദി പ്രോഡക്റ്റ് ടേക്കിംഗ് ദി റിക്വയർമെൻറ്റ്സ് ഇൻ ടു കൺസിഡറേഷൻ. ഫോക്കസസ് ഓൺ ഹൗ ദി റിക്വയർഡ് ഫങ്ഷനാലിറ്റീസ് ക്യാൻ ബി ഡെലിവേർഡ് ടു ദി പ്രൊഡക്റ്റ്. മുൻപ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഫങ്ഷനാലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന ഫേസിൽ നോക്കിയത്. ഇവിടെ ആ ഫങ്ഷനാലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഹൗ ദി റിക്വയർഡ് ഫങ്ഷനാലിറ്റീസ് ക്യാൻ ബി ഡെലിവേർഡ് ടു ദി പ്രൊഡക്റ്റ്. ഓക്കെ, ദിസ് ഫേസ് ക്രിയേറ്റ്സ് ആൻ ഓവറോൾ ആർക്കിടെക്ചർ ഫോർ ദി പ്രൊഡക്റ്റ്. അങ്ങനെ ഈ ഫേസ് എത്തുമ്പോഴത്തേക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഓവറോൾ ആർക്കിടെക്ചർ വേണം, എന്നാലല്ലേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. ലൈക്ക് ഇന്ന മൊഡ്യൂൾ ഇന്ന പാർട്ടിലാണ്, ഇന്ന മൊഡ്യൂൾ ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എൻ ഇൻ്റർഫേസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എൻ ആർക്കിടെക്ചർ. സോ ദാറ്റ് ആർക്കിടെക്ചറിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഡിസൈൻ ഫേസിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഓവറോൾ ആർക്കിടെക്ചർ ഉണ്ടാക്കും. ദി പ്രോഡക്റ്റ് ഡിസൈൻ സ്റ്റാർട്ട്സ് വിത്ത് പ്രിലിമിനറി ഡിസൈൻ. പ്രിലിമിനറി ഡിസൈൻ എന്നാണ് പ്രോഡക്റ്റ് ഡിസൈൻ തുടങ്ങുന്നത്. പ്രിലിമിനറി ഡിസൈനിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷസ് ദി ടോപ്പ് ലെവൽ ആർക്കിടെക്ചർ ഫോർ ദി പ്രൊഡക്റ്റ്. ടോപ്പ് ലെവൽ ആർക്കിടെക്ചർ ഫോർ ദി പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ലിസ്റ്റ് ഔട്ട് വേരിയസ് ഫങ്ഷണൽ ബ്ലോക്സ് റിക്വയർഡ്. ആ ഒരു പ്രൊഡക്റ്റിൽ കുറേ ഫങ്ഷണൽ ബ്ലോക്സ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. അതായത്
കുറേ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന കുറേ ബ്ലോക്കുകൾ, ഓരോ ബ്ലോക്കായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഫങ്ഷണൽ ബ്ലോക്കുകളെയും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഡിഫൈൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫോർ ഈച്ച് ബ്ലോക്ക്. ഓരോ ഫങ്ഷണൽ ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. പിന്നെ ഓരോ ഫങ്ഷണൽ ബ്ലോക്കും ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് നമുക്ക് കാണുക. അതായത് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. ലൈക്ക് വി നോ വാട്ട് ഇസ് ദി ഇൻപുട്ട് ആൻഡ് വി നോ വാട്ട് ഇസ് ദി ഔട്ട്പുട്ട്. അതിൻ്റെ ഉള്ളിലെ ഫങ്ഷണാലിറ്റീസ് ഒന്നും നമുക്കറിയില്ല. അതാണ് ബ്ലാക്ക് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷണൽ ബ്ലോക്കും ഡിസൈൻ ഫേസിൽ നമ്മൾ കാണുന്ന സമയത്ത് ഇറ്റ് ഇസ് ലൈക്ക് എ ബ്ലാക്ക് ബോക്സ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റില്ല. After the completion, the preliminary design document is sent for review to the end user. ഇത്രയും കാര്യങ്ങൾ ചെയ്ത്, അതായത് നമ്മൾ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കി, എല്ലാ ഫങ്ഷണൽ ബ്ലോക്സും ലിസ്റ്റ് ഔട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഓരോ ബ്ലോക്കിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്തു. ഒരു ഫങ്ഷണൽ ബ്ലോക്ക് ഒരു ബ്ലാക്ക് ബോക്സ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിലിമിനറി ഡിസൈൻ ഡോക്യുമെൻറ്റ് തയ്യാറായിട്ടുണ്ടാവും. ആ പ്രിലിമിനറി ഡിസൈൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് PDDനെ നമ്മൾ എൻഡ് യൂസറിന് റിവ്യൂവിന് സെൻഡ് ചെയ്യും. അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഡിസൈൻ. ആദ്യം പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാക്കി, ഇനി അടുത്തെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഡിസൈൻ. ജനറേറ്റ്സ് ഡീറ്റെയിൽഡ് ആർക്കിടെക്ചർ. ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചറിയാമല്ലോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവരിവിടെ ഉണ്ടാക്കുന്നത്. ഐ മീൻ ആർക്കിടെക്ചറാണ് ഉണ്ടാക്കുന്നത്. ജനറേറ്റ്സ് ഡീറ്റെയിൽഡ് ആർക്കിടെക്ചർ. Identifies and lists out various components for each functional blocks. Interconnection among blocks. ഓരോ ഫങ്ഷണൽ ബ്ലോക്കിലേക്കുള്ള കമ്പണൻസിനെ കണ്ടുപിടിക്കും. ഓരോ ബ്ലോക്കുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ കണ്ടുപിടിക്കും. ഫങ്ഷണൽ ബ്ലോക്കുകൾ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ, പിന്നെ കൺട്രോൾ അൽഗോരിതം റിക്വയർമെൻറ്റ്, അതൊക്കെയാണ് ഡീറ്റെയിൽ ഡിസൈനിൽ ചെയ്യുന്നത്. എല്ലാ ഫങ്ഷണൽ ബ്ലോക്കിലേക്കുള്ള കമ്പണൻസ്, ഫങ്ഷണൽ ബ്ലോക്ക് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ, കൺട്രോൾ അൽഗോരിതം റിക്വയർമെൻറ്റ്. Detailed design is also reviewed and should be approved by the end user. ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തതിനു ശേഷം ഈ ഡീറ്റെയിൽ ഡിസൈൻ നമ്മൾ എൻഡ് യൂസറിന് അയക്കും. എൻഡ് യൂസർ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഡിസൈൻ ഫേസ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഡിസൈൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് പ്ലാൻ. അങ്ങനെ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് പ്രിലിമിനറി ഡിസൈനും ഡീറ്റെയിൽ ഡിസൈനും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതർ ആക്ടിവിറ്റീസ് പെർഫോം ഡ്യൂറിങ് ഡിസൈൻ ഫേസ്. വേറെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസൈൻ ഓഫ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് മാനുവലും പിന്നെ ഡിസൈൻ ഓഫ് ട്രെയിനിങ് മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ അത് ഡിസൈൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് മാനുവലിനകത്ത് ആദ്യം ഓപ്പറേഷൻ മാനുവൽ എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാലോ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തുറക്കേണ്ടത്. ഇപ്പം നമ്മളൊരു കാൽക്കുലേറ്റർ വാങ്ങുകയാണെങ്കിൽ കൂടി വി ഹാവ് ദാറ്റ് ഓപ്പറേറ്റിംഗ് മാനുവൽ ഇൻ ദാറ്റ്. യൂസർ മാനുവൽ എന്ന് നമ്മൾ പറയും. അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതാണ് ഈ ഓപ്പറേഷൻ മാനുവലോട് ഉദ്ദേശിക്കുന്നത്. റിക്വയർഡ് ഫോർ എഡ്യൂക്കേറ്റിംഗ് ദി എൻഡ് യൂസർ ഓൺ ഹൗ ടു ഓപ്പറേറ്റ് ദി പ്രൊഡക്റ്റ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ മാനുവലുള്ളത്. ഇനി മെയിൻ്റനൻസ് മാനുവൽ, essential for providing information on how to handle the product in situations like non-functioning. ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഫെയിലിയറോ നോൺ ഫങ്ഷനിങ്ങോ എന്തെങ്കിലും കേടുപാടുകളോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ്റനൻസ് മാനുവൽ ഉള്ളത്. അപ്പം ഡിസൈൻ ഫേസും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഫേസായ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. So about development testing phase. Development phase transforms the design into a realizable product. മുന്നേ നമ്മൾ പഠിച്ച ഫേസ് എന്ന് പറയുന്നത് ഡിസൈൻ ഫേസ് ആയിരുന്നു. അപ്പോൾ ഡിസൈൻ ഫേസിലുള്ള നമ്മൾ ഡിസൈൻ ഫേസിൽ പറഞ്ഞിരുന്ന എല്ലാം ഒരു പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് ഫേസിൽ നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഫേസ് ട്രാൻസ്ഫോംസ് ദി ഡിസൈൻ ഇൻറ്റു റിയലൈസബിൾ. മുന്നേ നമ്മൾ ഡിസൈൻ മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ടായുള്ളൂ, ഇതൊരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. Detailed specification generated during design phase are translated into hardware and the firmware. ഹാർഡ്വെയറിലും ഫേംവെയറിലും നമ്മൾ സെയിം കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ആണ് ചെയ്യുക. ഹിയർ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റിംഗ് ഓഫ് വേരിയസ് ഡെവലപ്മെൻറ്റ് ടൂൾസ് ഇസ് പെർഫോം. ഡെവലപ്പ് ചെയ്യാനുള്ള വേരിയസ് ടൂൾസ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പലതരം ടൂൾസിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓരോ ടൂൾസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഫേസിൽ വെച്ചിട്ടാണ്. അതാണ് ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് ചിലപ്പം ഹാർഡ്വെയറും ഫേംവെയറും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. മുൻപൊക്കെ അങ്ങനെയായിരുന്നു, ഹാർഡ്വെയറും ഫേംവെയറും
സെപ്പറേറ്റ് ആയി എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ രണ്ടും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടെസ്റ്റിംഗ് ഫേസ്. ടെസ്റ്റിംഗ് ഫേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റിംഗ് ഓഫ് ഫേംവെയർ ആൻഡ് ഹാർഡ്വെയർ. ടെസ്റ്റിംഗ് ഫേസ് നമുക്ക് അങ്ങനെ തന്നെ ഫേംവെയറിന് ഒരു കൈൻഡ് ഓഫ് ഫേംവെയർ ടെസ്റ്റിംഗ് വേറെയും ഹാർഡ്വെയർ ടെസ്റ്റിംഗ് വേറെ ആയിട്ട് നടത്താം. നേരത്തെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ടെസ്റ്റിംഗ് വരുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ ആ ടെസ്റ്റിംഗ് വരുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് നമ്മളിപ്പം ഒരു കുറേ മൊഡ്യൂൾസ് ഉണ്ടാവും നമുക്കൊരു പ്രൊഡക്റ്റിനകത്ത്. ഓരോ മൊഡ്യൂളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലാണ് ആദ്യത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്തില്ലെങ്കിൽ മേ ബി അതിൻ്റെ ഇൻ്റർ കണക്ഷൻ ബാക്കിയുള്ള മൊഡ്യൂളായിട്ട് ഇൻ്റർ കണക്ട് ചെയ്താൽ ചിലപ്പോൾ അതിന് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മൊഡ്യൂളായിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇൻറ്റിഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Integration testing ensures that functionality which is tested working properly in the independent mode remains working properly in an integrated mode. ഇൻഡിപെൻഡൻ്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആക്കുമ്പോഴും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. അതായത് മുൻപ് വെറും ഹാർഡ്വെയറും ഫേംവെയറും സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ ഹാർഡ്വെയറും ഫേംവെയറും കൂടി ഒരുമിച്ചാക്കിയപ്പോൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് റിസൾട്ട്സ് ആർ ലോഗ്ഡ് ഇൻ ആൻഡ് ദ ഫേംവെയർ ഹാർഡ്വെയർ ഇസ് reworked against any flaws and detected. എന്തെങ്കിലും ഫ്ലോസ് ഒക്കെ കണ്ടിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും നമ്മൾ. ഇനി അടുത്ത സിസ്റ്റം ടെസ്റ്റിംഗ്. സിസ്റ്റം ടെസ്റ്റിംഗ് follows the integration testing and it is a set of various tests for functional and non-functional requirement verification. അതായത് നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. ഇന്നർ ലോജിക്കൊന്നും നമുക്കറിയില്ല, ഔട്ടർ ലോജിക് മാത്രമേ അറിയുള്ളൂ. അത് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിംപ്ലി ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അതായത് യൂസറിന് വേണ്ട എല്ലാം ഉണ്ടോ, യൂസർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഫേസ്. നെക്സ്റ്റ് ഇസ് ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. Deployment is the process of launching the first fully functional model of a product. അങ്ങനെ മാർക്കറ്റിനകത്തേക്ക് ലോഞ്ച് ചെയ്യും നമ്മൾ നേരത്തെ നമ്മളെ ഡെവലപ്മെൻറ്റ് ഫേസിനകത്താണ് പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഡിപ്ലോയ്മെൻറ്റ് ഫേസിനകത്താണ് ഈ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഡിപ്ലോയ്മെൻറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് ലോഞ്ചിങ് ദി ഫസ്റ്റ് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ആ മോഡലിനെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻസ് ആർ പെർഫോംഡ് ആസ് പെർ വേരിയസ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റ്. മുന്നേ നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തിയതനുസരിച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്തിട്ടുണ്ടാവും നമ്മൾ. During this phase, the product modifications as per the various integration tests are implemented and the product is made operational in a production environment. The deployment phase is initiated after the system is tested and accepted. മുന്നത്തെ നമ്മൾ പറഞ്ഞ ടെസ്റ്റിംഗ് ഇല്ലേ, അതിൻ്റെ അത് സിസ്റ്റം ടെസ്റ്റ് ചെയ്ത് യൂസർ ആക്സെപ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ടാസ്ക് പെർഫോം ഡ്യൂറിങ് ഡിപ്ലോയ്മെൻറ്റ് ഫേസ്. ഡിപ്ലോയ്മെൻറ്റ് ഫേസിലെ ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നതിൻ്റെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ ആ പ്രൊഡക്റ്റിനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ അയക്കണം. ഓക്കെ, പബ്ലിക്കിന് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ അയക്കണം. ആ നോട്ടിഫിക്കേഷൻ അയക്കുന്ന രീതി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ത്രൂ എ ഇമെയിൽ, മീഡിയ, ആഡ്, അങ്ങനെയൊക്കെ ആവാം. അതായത് എന്നാണ് ആ നോട്ടിഫിക്കേഷൻ്റെ അത് എന്തൊക്കെ ഉണ്ടാവണോ, ഡിപ്ലോയ്മെൻറ്റ് ഷെഡ്യൂൾ, അതായത് ഡേറ്റും ടൈമും വെന്യൂവും, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ്, ടാർഗറ്റഡ് എൻഡ് യൂസർ, എക്സ്ട്രാ ഫീച്ചേഴ്സ്, പ്രൊഡക്റ്റ് സപ്പോർട്ട് ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത്. ഇനി എക്സിക്യൂഷൻ ഓഫ് ട്രെയിനിങ് പ്ലാൻ. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദി എൻഡ് യൂസർ. ഇത് യൂസ് ചെയ്യാൻ പോകുന്ന എൻഡ് യൂസറിന് നമ്മൾ മര്യാദയ്ക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്നാലേ ആ പ്രൊഡക്റ്റിന് അവർ വരുത്താവുന്ന ഡാമേജസ് കുറഞ്ഞു വരുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ അറിയാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഡാമേജസ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്.
ഇനി പ്രൊഡക്റ്റ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ദ പ്രൊഡക്റ്റ് ആസ് പെർ ഇൻസ്റ്റാളേഷൻ ഡോക്യുമെൻറ്റ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ഫുള്ളി ഫങ്ഷണൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഇൻസ്റ്റാളേഷൻ ഡോക്യുമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് വേണം പ്രൊഡക്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്ത് ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രൊഡക്റ്റ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ റിവ്യൂ, അതായത് പ്രൊഡക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, യൂസർ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് അതായത് പ്രൊഡക്റ്റ് പോസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ റിവ്യൂ ചോദിക്കും. ഇറ്റ് ഡിറ്റർമൈൻസ് സക്സസ് ഓഫ് ദി പ്രൊഡക്റ്റ്. അതാണ് ആ റിവ്യൂവിലാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രൊഡക്റ്റ് സക്സസ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഡിപ്ലോയ്മെൻറ്റ് ഫേസിലുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ 7th ഫേസ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. Support phase deals with the operation and maintenance of the product in a production environment. During operation and maintenance, product നമ്മൾ എൻഡ് യൂസറിന് കൊടുത്തതിന് വേണ്ടി അടുത്ത് എന്താ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. Deals with the maintenance and operation of the product in the production environment. Product is scrutinized to ensure it meets requirements. എല്ലാ റിക്വയർമെൻറ്റ്സും അത് മീറ്റ് ചെയ്യുന്നില്ലേ നോക്കണം നമ്മൾ. ബഗ്സ് മേ ബി റിപ്പോർട്ടഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ ഫേസ്. ഏതൊരു പ്രൊഡക്റ്റ് എത്ര ഡീറ്റെയിൽഡ് ആയി ശ്രദ്ധിച്ചുണ്ടാക്കിയാലും ബഗ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ സോ ഹൈ. സോ ബഗ്സ് നമ്മൾ ഈ ഓപ്പറേഷൻ ഫേസസിനകത്ത് ബഗ്സ് മേ ബി റിപ്പോർട്ടഡ്. അങ്ങനെയാണ് ആ ബഗ്സിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. Support should be provided to the end user to fix the bugs in the product. ആ പ്രൊഡക്റ്റിനകത്ത് ബഗ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ സപ്പോർട്ട് ഫേസിനകത്ത് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് സെറ്റപ്പ് ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് വിങ്. ഒരു സപ്പോർട്ട് വിങ്ങിനെ നമ്മൾ തയ്യാറാക്കണം. അതായത് സപ്പോർട്ട് വിങ് ഇസ് എ കസ്റ്റമർ കെയർ യൂണിറ്റ്. ഒരു കസ്റ്റമർ കെയർ യൂണിറ്റാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എപ്പം അതായത് എൻഡ് യൂസറിന് എപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ സപ്പോർട്ട് വിങ്ങിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം യൂസറിന്, എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട്. ആൻഡ് ദാറ്റ് സപ്പോർട്ട് വിങ് ഷുഡ് ബി അവൈലബിൾ 24/7. ഓക്കെ, അങ്ങനെ ഒരു സപ്പോർട്ട് വിങ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഐഡൻറ്റിഫൈ ബഗ്സ് ആൻഡ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. നൺ ഓഫ് ദി പ്രൊഡക്ട്സ്, ഒരു പ്രൊഡക്റ്റും ബഗ് ഫ്രീ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ബഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി വേണം. ഈവൻ ബഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ബഗ്സിനെ എങ്ങനെ കളയേണ്ടത്, അതൊക്കെയാണ് ഈ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സപ്പോർട്ട് ഫേസ്. Now we will move to the next phase, that is the upgrade phase. Upgrade phase എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ വേർഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ദാറ്റ് ഇസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ ദി മാർക്കറ്റ്. നമ്മളിപ്പോൾ മാർക്കറ്റിനകത്തേക്ക് പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്തു, പീപ്പിൾ ആർ യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ്. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഈ പ്രോഡക്റ്റിൽ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ദിസ് പ്രോഡക്റ്റ് കുഡ് ബി മോർ ഗുഡ്, അതായത് കുറച്ചും കൂടി ആൾക്കാർ വാങ്ങാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ അതിൻ്റെ ഒരു ന്യൂ വേർഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതാണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ വേർഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ദാറ്റ് ഇസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്, എന്നിട്ട് അതിനെ ഒന്നുകൂടി നല്ലൊരു വേർഷൻ ഇറക്കുക. സിസ്റ്റം ഇസ് സബ്ജക്റ്റഡ് ടു ഡിസൈൻ മോഡിഫിക്കേഷൻ ടു ഫിക്സ് മേജർ ബഗ്സ് റിപ്പോർട്ട് ഓർ ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ വേർഷൻ ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ബഗ്സ് ഉണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബഗ്സിനൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി നല്ലൊരു ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റം യൂസറിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഗ്രഡേഷൻ പെർഫോം ചെയ്യുന്നത്. Okay, the last phase is retirement and disposal. Due to the increased user needs and revolutionary technological changes, a product cannot sustain in the market for long. നമ്മളിപ്പം യൂസർ നീഡ്സ് കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുന്നവരും. ടെക്നോളജി ആണെങ്കിലോ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രോഡക്റ്റ് അതിനെ നമുക്ക് നല്ലപോലെ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ അത് അങ്ങനെ വിറ്റ് പോകണമെന്നില്ല. കാരണം ടെക്നോളജി അങ്ങനെയാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. സോ കുറേ കാലത്തേക്കൊന്നും ഒരു പ്രൊഡക്റ്റ് സസ്റ്റെയിൻ ചെയ്തെന്ന് വരില്ല. ദി ഡിസ്പോസൽ ഓഫ് എ പ്രൊഡക്റ്റ് ഇസ് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. ഒരു പ്രൊഡക്റ്റ് വന്ന് വേറൊരു അതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ്, ഒരുപാട് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രൊഡക്റ്റ് gradually it is disposed or retired from the market.
അത് ഗ്രാജുവലി നടക്കുന്ന ഒരു കാര്യമാണ്. ദിസ് ഇസ് ദി ഫൈനൽ ഫേസ് വെർ പ്രൊഡക്റ്റ് ഇസ് ഡിക്ലെയർഡ് ആസ് ഒബ്സൊലീറ്റ് ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഫ്രം ദി മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് അത് ഒഴിവായി പോവുകയാണ്. ഇങ്ങനെ ഉണ്ടാവാൻ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പോസൽ ഉണ്ടാവാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് റാപ്പിഡ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്ത ടെക്നോളജി മേ ബി വെരി ഓൾഡ് ആൻഡ് അതിനേക്കാളും ഒരുപാട് നല്ല ടെക്നോളജീസ് വന്നിട്ടുണ്ടാവും. അപ്പം പീപ്പിൾ വുഡ് പ്രിഫർ ദി ന്യൂവസ്റ്റ് ടെക്നോളജി ദേ ഹാവ് ഫൗണ്ട്. സോ rapid technology advancement is one. Increased user needs. User needs, of course, needs അനുസരിച്ചിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. സോ യൂസർ നീഡ് നന്നായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് ലാസ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് റിട്ടയർമെൻറ്റ് ഓർ ഡിസ്പോസൽ. That's all with this video. Thank you.